എല്ലാവർക്കും ബെറൻ കോഫിയുടെ വക ഹാപ്പി ഈസ്റ്റർ വിഷയമാണ്. അപ്പം നമ്മുടെ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഈസ്റ്റർ ഡിന്നറിനാണ് കേട്ടോ. നമ്മൾ ഈസ്റ്ററിൻ്റെ ഡിന്നറാണ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തേക്കാണ് ഡിന്നർ സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ പ്രാവശ്യത്തെ ഡിന്നർ ടേബിളും നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ടെങ്കിൽ ഈസ്റ്റർ ബണ്ണീനെ ഒരു തീമാണ് നമ്മൾ ഇപ്രാവശ്യം ട്രൈ ചെയ്ത്. ആൻഡ് ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത് ഈസ്റ്റർ ബണ്ണിയാണ്. നമ്മുടെ മെനു പ്രാവശ്യം സൂപ്പറാണ് കേട്ടോ. അപ്പം മെനു ടേബിൾ സെറ്റ് ചെയ്ത് ആൻഡ് ഇതുവരെ നമ്മൾ എത്തിയ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂ. അപ്പോഴത്തേക്കിന് നമുക്ക് ടേബിളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് നമുക്ക് ഡിന്നറിന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം ടു ബെറൻ കോഫി. ഇന്നത്തെ വ്ളോഗ്. ഇന്നത്തെ ദിവസം ഇന്ന് ശരിക്കും ശനിയാഴ്ചയാണ്, ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച. അപ്പോൾ നാളെ ഈസ്റ്റർ അല്ല. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഈസ്റ്ററിനുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തി വരാം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച എനിക്കിന്ന് ഹോസ്പിറ്റലിൽ എനിക്കിന്ന് ഓൺ കോൾ ഉണ്ട് രാവിലെ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 8:45. 9 മണിക്കൊരു ചെറിയ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ അവിടെ പോയി. ഹോപ്പ്ഫുള്ളി ഒരു കേസ് മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയി കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്ന് അത് കുക്ക് ചെയ്ത് ഈസ്റ്റർ ടേബിൾ സെറ്റ് ചെയ്യുന്ന വ്ളോഗാണ്. കാണാൻ മറക്കണ്ട. അപ്പം ഞാൻ ഇന്ന് എന്തെങ്കിലും ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോൾ ഞാനൊരു നഴ്സായിട്ടാണ് മെൽബണിൽ വർക്ക് ചെയ്യുന്നത് അറിയാലോ. അപ്പോൾ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്, അല്ലെങ്കിൽ ഇന്ന് പബ്ലിക് ഹോളിഡേ വീക്കാണ് ആക്ച്വലി. ഈ സമയത്ത് നമുക്കൊരു ഓൺ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ മാനി ആക്ച്വലി ഡബിൾ ആണ് കിട്ടുന്നത് സാലറി വൈസ് ആണെങ്കിലും. അപ്പം നല്ല കുറച്ച് കാര്യങ്ങളാണ്. ലെറ്റ്സ് ഗോ. കാരണം സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് പോയി അവിടെ എത്തി നമുക്ക് കേസ് തീർത്ത് തിരിച്ചു വരാം. ബ്യൂട്ടിഫുൾ ഒരു മോർണിംഗ് ആണ്. സൺറൈസ് ആയി വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. സൺറൈസ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. സൂപ്പർ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴി കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ചു. ഞാൻ മെൽബണിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് സ്കോപ്പ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്. അതിനകത്ത് നോക്സ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 1T9 ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്നത് ഫേൺട്രി ഗളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 10 minutes ഡ്രൈവേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 8:45. പിന്നെ ഇന്ന് വേറെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് നേരെ ചെന്ന് നേരിട്ട് എങ്ങനെ കയറിയാൽ മതി. വഴി രണ്ട് കാക്കയിരിക്കും. മാറിത്താ പ്ലീസ് പ്ലീസ് പ്ലീസ്. മാറി. അപ്പം എനിക്ക് ജസ്റ്റ് ഇന്ന് കയറിയാൽ മതി. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇന്ന് പോകാൻ വലിയ തിരക്കില്ല. പിന്നെ റോഡിൽ വലിയ ട്രാഫിക് ഉണ്ടാവും തോന്നില്ല. പിന്നെ കുറച്ച് നാളായില്ലേ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് മെൽബണിൽ ലൈഫ്, എങ്ങനെയുണ്ട് ആസ് എ നേഴ്സ് എൻ്റെ ലൈഫ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നും തന്നെ പറയാൻ പറ്റിയില്ല. റീസെന്റ് എനിക്ക് കുറേ മെസ്സേജസ് വന്നായിരുന്നു. എസ്പെഷ്യലി കൂടുതലും കിട്ടുന്നത് ന്യൂസിലൻഡിൽ നിന്നാണ് കേട്ടോ. ന്യൂസിലൻഡിൽ ഒരുപാട് പേര് വന്നത് എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ്. ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പോയി അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞു. ഞാൻ ആക്ച്വലി എനിക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് ഒന്നും ആ ടൈമിൽ ആസച്ച് ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മുൻകൂട്ടി അധികമൊന്നും പറയാൻ പറ്റാതിരുന്നത്. പിന്നെ പോയി ആക്ച്വലി മൂവ് ചെയ്ത ശേഷം തന്നെ ആക്ച്വലി എനിക്ക് പിന്നെ ഒട്ടും തന്നെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ബിസി ആയിരുന്നു. ലൈഫിൽ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് സെറ്റ് ആവുന്ന ഡിഫിക്കൽറ്റി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് പറയാൻ പറ്റാതെ. രാവിലെ ജോലിക്ക് പോകുന്ന 10 minutes ഡ്രൈവ് ഉണ്ടല്ലോ, അതെപ്പോഴും ഞാൻ കോഫി കുടിച്ചുകൊണ്ട് തന്നെയാണ് സാധാരണ പോവാറ്. അങ്ങനെ ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഓൾമോസ്റ്റ് 4 മണിക്കൂറിന്റെ ഓവർ ടൈം കിട്ടി. നമുക്ക് ഓടിപ്പോയി മീൻ വാങ്ങിച്ചേക്കാം. ഇനി ഒരു കോൾ വന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ വരേണ്ട വന്നാൽ പണി പാളും. മീനും തീർന്നു പോകും. ഓടിപ്പോയി കുറച്ച് റെഡ് മാർലീനും ഒരു ആവലീനെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ പോയി വണ്ടി കൊണ്ട് സാധനം വെച്ച് അടുത്ത ഷോപ്പ്. അങ്ങനെ ഫൈനലി നമ്മൾ മർമറ ഹലാൽ മീറ്റ്സിലെത്തിക്കാണത്. ഡാനനോങ്ങിലാണ് ഈ മർമറ ഹലാൽ മീറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. ഭയങ്കര വലിയൊരു ഷോപ്പാണ്. ഈ ഷോപ്പിൽ ഇതൊരു പേർഷ്യൻ ഷോപ്പാണ്. ഇവിടെ അടിപൊളി നട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ഇത്തിരി കൂടുതലായിട്ട് തോന്നാറുണ്ട്. ഞാൻ ഇത്രയും സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. പൈനാപ്പിളിന് ഭയങ്കര വിലക്കുറവായിരുന്നു. പിന്നെ ഏത്തയ്ക്ക കണ്ടപ്പോൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റിയില്ല. പിന്നെ അത്യാവശ്യം പിന്നെ കുറച്ച് നട്ട്സ്, കുറച്ച് വാൾനട്ട്സ് വാങ്ങിച്ചു. ആൻഡ് ബീഫും വാങ്ങിച്ചു. ഈ ഐറ്റംസും കൊണ്ട് വണ്ടി വെച്ച് നമുക്ക് നേരെ വീട്ടിൽ പോകാം. അങ്ങനെ വൈകിട്ട് 7 മണിയായപ്പോൾ ഇന്നത്തെ കോൾ കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ വേഗം തന്നെ നാളെ നമ്മൾ കുറച്ച് സ്കോച്ച് എഗ്സ് ഉണ്ടാക്കുന്നുണ്ട്. കട്ട്ലേറ്റ് പോലെ പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന ഫിഷും ബീഫും എല്ലാം ഇന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ യൂഷ്വലി. അപ്പോൾ ഇതാണ് നമ്മുടെ ആവോലി മീൻ. ഇത് ഒരു മീനിന് ഒരു $10 ആയിട്ടുള്ളൂ ഫുൾ മീൻ. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ ബീഫ് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട്
വേവിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് പൊട്ടറ്റോസ് കൂടെ വേവിച്ച് വെച്ചേക്കുവാണ്. ഇന്ന് ശനിയാഴ്ച വൈകിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഗ്രീൻസ് എല്ലാം കഴുകി വെച്ചു. നാളെ വേണം ഇനി പ്രിപ്പറേഷൻ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈകിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം. ആൻഡ് ഇന്നാണ് സൺഡേ, ഈസ്റ്റർ സൺഡേ ആണ്. അപ്പം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ള മെയിൻ ഐറ്റം വെള്ളയപ്പമാണ്. വെള്ളയപ്പം അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം. യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പി ആട്ടോ. ജസ്റ്റ് അരിപ്പൊടിയുടെ അകത്തോട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ള അവൽ എടുത്ത് സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട്, ഇച്ചിരി വലിയ മിക്സി വേണം കേട്ടോ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആദ്യം കുഞ്ഞ് മിക്സി എടുത്ത് പിന്നീട് ഞാൻ വെള്ളത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങ, സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ, നമ്മുടെ ചെറിയ ഉള്ളി, അതുപോലെ പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും. ഞാൻ പഞ്ചസാര ഈ സാഹചര്യത്തിൽ ഇടാൻ മറന്നുപോയി, ഞാൻ പഞ്ചസാര പിന്നീടായിരുന്നു. പിന്നെ കുറച്ച് ജീരകവും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും ഈസ്റ്റും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ബാറ്ററിനെ നമ്മൾ ഓൾറെഡി ചുമ്മാ എടുത്തു വെച്ച പൊടിയില്ലേ, പൊടിയും ഉപ്പും അതിനകത്തോട്ടിട്ട് ഇളക്കുക. കൈ കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് ബാക്കി മിക്സി കഴുകി ഒഴിക്കുമ്പം കിട്ടുന്ന വെള്ളവും പിന്നെ എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ആ വെള്ളം. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് ഇത് കുറുകി വരുമെന്നാണ് യൂട്യൂബിൽ എന്നോട് പറഞ്ഞത്. സത്യമായിരുന്നു, നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ആവശ്യത്തിന് തിക്നെസ്സിലാക്കിയ ശേഷം വീണ്ടും മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക. അതിനകത്തുള്ള ലംസ് ഒക്കെ മാറി നല്ല സ്മൂത്ത് ആവാൻ. ഞാൻ ഇപ്പോഴാട്ടോ പഞ്ചസാര ഇതിന് മുമ്പേ ഇടാമായിരുന്നു, 2 സ്പൂൺ പഞ്ചസാര. അങ്ങനെ ഇത് കലക്കി മാറ്റി തൽക്കാലം ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞ് ഞാനിത് അവനിലോട്ട് മാറ്റിയായിരുന്നു. ഇനി നേരെ പോയി കുളിച്ച് ഫ്രഷായി റെഡിയായി ചർച്ചിൽ രാവിലെ ഇന്ന് ചർച്ചിലോട്ട് പോകാനായിട്ടാണുള്ള പരിപാടിയാണ്. സോ നമുക്ക് വേഗം പോയേക്കാം. കുറച്ച് ലേറ്റ് ആയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ലേറ്റ് ആയിട്ടുണ്ടാവണം. യൂഷ്വലി ഞാൻ ലേറ്റ് ആവാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല, പക്ഷെ ലേറ്റ് ആവാറുണ്ട്. എങ്ങനെ കളിച്ചാലും ലേറ്റ് ആവും. പണ്ട് വീട്ടിലൊക്കെ ആയ സമയത്ത് അമ്മയൊക്കെ നമ്മളെ തല്ലി പിടിപ്പിച്ച് എണീപ്പിക്കുമായിരുന്നു. അവിടെ ഇന്നത്തെ പരിപാടീസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി വീടടച്ചു, എല്ലാം കഴിഞ്ഞു, ഫോണൊക്കെ വെച്ചിട്ടെല്ലാം തോന്നുന്നു, സൺഗ്ലാസസ് എടുത്തു. സോ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചർച്ചിലോട്ടാണ്. ഇന്ന് സൺഡേ ആണ്, ഈസ്റ്റർ ആണ്. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും. എന്താ പറയുക, ഈസ്റ്റർ ഇറ്റ്സ് ലൈക്ക് ഒരു വർഷത്തിൽ ഒരു സൺഡേ വന്ന് പോയി, പിന്നെ വീണ്ടും ഒരു ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ ഒരു ദുഃഖം. അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചുള്ള എവറി സൺഡേ ഈസ് ഈസ്റ്റർ, every day is Easter. Believing, understanding. എന്നെ സംബന്ധിച്ചിടത്തോളം I believe in Jesus. once for all, forever ഒരു കാര്യം ചെയ്തു. എൻ്റെ വിശ്വാസത്തിൽ I'm just waiting for his കമ്മിങ് ബാക്ക്. അതാണ് എൻ്റെ വിശ്വാസം. എനിവേയ്സ്, പക്ഷേ ഇവിടെയൊക്കെ പുറത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് ഇപ്പം നോക്കുമ്പോൾ എല്ലാവരും ഒരു പബ്ലിക് ഹോളിഡേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന കാര്യം. ബിക്കോസ് ഇന്നലെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി കടയിലൊക്കെ പോയപ്പോൾ ആൾക്കാർ നമ്മളെ കാണുമ്പം ഹാപ്പി ഈസ്റ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഒരു രസം. You know what, like നമ്മളുടെ ക്രിസ്ത്യൻസ് യൂഷ്വലി വിശ്വസിക്കുന്ന ഒരു വിശ്വാസം, ഇപ്പം എന്താ പറയുക, ഓസീസ് എല്ലാവരും തന്നെ ക്രിസ്ത്യൻസ് അല്ല, അത്ര ക്രിസ്തീയ വിശ്വാസം കൂടുതലുള്ള രാജ്യമല്ല. പക്ഷെ അതിങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇച്ചിരി നല്ല സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ചർച്ചിൽ പോവാം. ഞാൻ ഇന്ന് ചർച്ചിൽ പോയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് കുക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം. മാത്രമല്ല, നമ്മുടെ പ്ലാൻ ഇപ്രാവശ്യം നമ്മുടെ നെയ്ബേഴ്സിനും കൂടെ കുറച്ച് ഫുഡ് കൊടുക്കണം എന്നാണ്. കാരണം നമ്മുടെ പുതുതായിട്ട് വന്ന നെയ്ബർ, നമ്മുടെ ഓപ്പോസിറ്റ് 2 നെയ്ബേഴ്സ് ഉണ്ട്. ഒരു നെയ്ബേഴ്സ് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവരെന്തോ ഫിലിപ്പീനോ ആണോ അങ്ങനെ എന്തോ മിക്സ്ഡ് ആണ്, ഇംഗ്ലീഷ് മിക്സ്ഡ് ആണ്. ഇപ്പുറത്തെ സൈഡിൽ പുതുതായിട്ട് വന്നവർ പാകിസ്ഥാനീസ് ആണ്. അപ്പോൾ അവരെനിക്കൊന്ന് റമദാൻ തുടങ്ങിയ സമയത്താണ്, നമുക്ക് അന്നേ അറിഞ്ഞില്ല റമദാൻ തുടങ്ങിയ കാര്യം. അപ്പോൾ അവരിങ്ങനെ ഒരു ദിവസം നമുക്ക് കുറച്ച് കബാബ്സ് ഒക്കെ ഉണ്ടാക്കി തന്നെയാണ്. നമ്മൾ തിരിച്ചൊന്നും കൊടുത്തില്ല. സോ ഇന്ന് ഈസ്റ്റർ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഷെയർ, റൈറ്റ്? അപ്പോൾ ഇന്ന് നമ്മൾ ഷെയറിങ് ഉണ്ട്, ഹോപ്പ്ഫുള്ളി ഫുഡ് നന്നായിട്ട് വരുവാണെങ്കിൽ. അപ്പം ശരി, ചർച്ചിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ചർച്ചിലെത്തി അങ്ങനെ ബ്ലെസ്സഡ് സർവീസ് ആയിരുന്നു. ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇതൊരു വലിയ മോളാണ്. ഇപ്പോൾ ഈ സൈഡ് കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇതിൻ്റെ പേര് വെസ്റ്റ് ഫീൽഡ് എന്നാണ്. ഇത് വെസ്റ്റ് ഫീൽഡ് നോക്സ് എന്ന് പറയണം. ഇതങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുവാണ് കേട്ടോ. ഇത്രയൊന്നും അല്ല ഇതിൻ്റെ വലിപ്പം. അപ്പം ഞാൻ ചർച്ച് കഴിഞ്ഞ് നേരെ ഈ പറഞ്ഞ വെസ്റ്റ് ഫീൽഡ് നോക്സിലോട്ട് വന്നത് ഇവിടുത്തെ സെലീൻസ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഷോപ്പിൽ നിന്നും ഈസ്റ്റർ എഗ്സ് വാങ്ങിക്കാനായിരുന്നു. സ്മാഷ് ചെയ്യുന്ന ഒരു ഈസ്റ്റർ എഗ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് തീർന്നു പോയി. പിന്നെ കിട്ടിയതും കൊണ്ട് ഇങ്ങനെ വന്നു. എന്നാൽ നമുക്ക് വേഗം കുക്കിങ്ങിലോട്ട് കടന്നാലോ? യെസ്, ഇനി കുക്കിംഗ് ആണ്. മെനുവിലെ ഫസ്റ്റ് ഐറ്റം
കാടമുട്ട കൊണ്ട് സ്കോച്ച് എഗ്സ് ആണ്. സ്കോച്ച് എഗ്സ് ഞാൻ ന്യൂ ഇയറിന് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കണം. സ്കോച്ച് എഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ് പോലെ തന്നെ ബേസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നാടൻ ടേസ്റ്റിന്. ഇംഗ്ലീഷുകാർ സോസേജ് ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ നാടൻ കട്ട്ലറ്റിൻ്റെ രീതിയിൽ തന്നെ കോട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനാവശ്യമുള്ള ഐറ്റംസ് ആയിട്ട് ഇന്നലെ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന ബീഫിനെ ഞാൻ ഇന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ഓൾറെഡി പൊട്ടറ്റോസ് ഞാൻ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ സാധാരണ ഒരു കട്ട്ലറ്റിൻ്റെ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്ര ഐറ്റംസ് കൂടി വഴറ്റി അതിനകത്ത് ഈ ബീഫും കൂടെ ഇട്ട് അത് കഴിഞ്ഞ് പൊട്ടറ്റോസും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബേസ് റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഇതിനെ കോട്ട് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് ബ്രെഡ് ക്രംസിനകത്ത് ഞാൻ കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് കൂടെ മിക്സ് ചെയ്യും, ഒന്നുകൂടെ ഒരു ക്രിസ്പി ഒരു ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും. ഇനി പിന്നെ കാടമുട്ടയാണ് ഈ പ്രാവശ്യം ഉപയോഗിച്ചതെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ കോഴിമുട്ട ഇട്ടപ്പോൾ ഒരു മുട്ടയുടെ വലുപ്പത്തിലാണ് സ്കോച്ച് എഗ്സ് കിട്ടി. കാടമുട്ട ഇട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് കിട്ടും. ഇപ്രാവശ്യം കാടമുട്ട ചെയ്യാമെന്ന് ഓർത്തു. അപ്പം സ്കോച്ച് എഗ്സിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ വീഡിയോസ് കണ്ടില്ലെങ്കിൽ നമ്മുടെ പഴയ ഷോർട്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണം. ന്യൂ ഇയറിൻ്റെ വീഡിയോയിലും സ്കോച്ച് എഗ്സിനെ പറ്റിയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല ഒരു സ്റ്റൈലിഷ് സംഭവമാണ്. അപ്പോൾ ഓൾറെഡി കോട്ട് ചെയ്ത് എന്താ പറയുക ബ്രെഡ് ക്രംസിനകത്തും ഒക്കെ മുക്കി വെച്ച എഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫിഷ് മോളിയിലോട്ട് പോകാം. ഇന്നലെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷിനെ ഫ്രീസറിൽ നിന്ന് ഓൾറെഡി രാവിലെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചർച്ചിൽ പോയത്. തിരിച്ചു വന്ന ശേഷം ഇതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. ആൻഡ് ഇത് കുക്ക് ചെയ്യുന്നത് നമ്മുടെ ഹസ്ബൻഡാണ്. കുക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര തിരക്കും വെപ്രാളവും ഒക്കെ കൂടുതൽ, എനിക്ക് പെട്ടെന്ന് കാര്യം കഴിയണം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പോളാണെന്നുണ്ടെങ്കിൽ വളരെ ശാന്തമാണ്, വളരെ പേഷ്യൻ്റാണ് കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ. വളരെ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്ന കാണാം. എനിക്ക് ഇത്തിരി കൂടെ ഡെക്കറേഷൻ കാര്യങ്ങൾ പ്രീ പ്ലാൻസ് ഒക്കെ ആണെങ്കിൽ പുള്ളിക്കാരനെ നിന്ന് ഒരു കാര്യം നന്നാക്കുന്നതിലാണ്. ഞാൻ പക്ഷേ ഒരു അരമണിക്കൂറുകൊണ്ട് ഞാനൊരു 10 കാര്യം ചെയ്ത് കഴിയും. പുള്ളി വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഷ് മോളി ഉണ്ടാക്കുന്നതാണ്. ആവോലി മീനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് സാധാരണ പോലെ സ്പൈസസ് എന്നാണ്. അപ്പോൾ കറുവപ്പട്ട, സ്റ്റാർ അനീസ്, ഗ്രാമ്പൂ എല്ലാവരും തന്നെ ഇതിനകത്തുണ്ട്. ഏലക്കെ കണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇപ്പോൾ ഇടുന്ന കുരുമുളകാണ്. പിന്നെ 1 പാൽ ഒഴിക്കുന്നുണ്ട്. നമ്മളിവിടെ ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാലിന് തന്നെയാണ് 1 പാലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു നല്ലപോലെ ഒരു തിള വന്ന് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് മീൻ ആഡ് ചെയ്യും. കറിവേപ്പില ഉണ്ടായിരുന്നു. മീൻ ആഡ് ചെയ്ത ശേഷം നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് 1 പാൽ ഒഴിക്കും. അത്രേ ഉള്ളൂ പ്രോസസ്സ് എന്നാണ് സിമ്പിളായിട്ട് പോൾ പറഞ്ഞത്. ഫിഷ് മോളി വളരെ ഡെലീഷ്യസ് ആൻഡ് വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നതിനകത്ത് വെള്ളയപ്പം ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ബീഫാണ് ടേസ്റ്റ്. എന്നാലും ഫിഷ് മോളി ഉണ്ടാക്കാൻ ഓർത്തു. അങ്ങനെ 1 പാൽ ഞാൻ പറഞ്ഞ പോലെ ടിന്നിൽ വാങ്ങുന്ന പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ശ്രീലങ്കൻ ബ്രാൻഡ്, നല്ല അടിപൊളി തേങ്ങാപ്പാൽ. അങ്ങനെ ഫിഷ് മോളിയും ഓൾമോസ്റ്റ് സെറ്റായി. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് നമ്മുടെ ഈസ്റ്റർ ടേബിൾ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ പ്രോഗ്രാംസ് അല്ലെങ്കിൽ എല്ലാ ഫെസ്റ്റിവൽസ് വരുമ്പോഴും ടേബിൾ ഓരോ തീമിൽ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഈസ്റ്ററിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈസ്റ്റർ ബണ്ണി തീമായിരുന്നു എടുത്തത്. അപ്പം ഈസ്റ്റർ ബണ്ണിയുടെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ പറ്റിയത് ഈ വർഷമാണ്. അപ്പോൾ കൂടുതലും ഈസ്റ്റർ എഗ്സും ഈസ്റ്റർ ബണ്ണിയും വെച്ചിട്ടാണ്. അപ്പോൾ ടേബിളിൽ നമ്മളൊരു ഈസ്റ്റർ ബണ്ണിയെ സെറ്റ് ചെയ്തു. അതുപോലെ ഈസ്റ്റർ എഗ്സിൻ്റെ ഒരു ഗാർലൻഡ് വെച്ചു. ആൻഡ് ഇതാണ് നമ്മൾ സെലീൻസിൽ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റ്, അവനെയും കൊണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത സാലഡും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷെഫ് എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ബീഫും കൂടെ നല്ല വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കിച്ചണിൽ കയറി എൻ്റെ സ്കോച്ച് എഗ്സിനെ വറുത്തെടുക്കട്ടെ. അപ്പം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കാടമുട്ടേനെ നമ്മൾ വറുത്തെടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഓൺ വോയിസ് കേൾപ്പിക്കാൻ പറ്റില്ല, ബിക്കോസ് അതുപോലെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കിച്ചണിൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ചിക്കൻ വെച്ചിട്ട് കാടമുട്ട കൊണ്ട് സ്കോച്ച് എഗ്സ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ തവണ ബീഫ് വെച്ചെല്ലാം ഉണ്ടാക്കിയത്. പക്ഷേ അറ്റ് ലാസ്റ്റ് വേണ്ട, ബീഫ് തന്നെ മതി, അതാണ് ടേസ്റ്റ് എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തു. വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതാണ്. കൺസിസ്റ്റൻസി തെറ്റാണെങ്കിൽ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. ബട്ട് എക്സൈറ്റഡ് ആണ്. ഇത് യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പി ആയിരുന്നു. പിന്നെ നല്ല അടിപൊളി ബീഫ് പുരട്ടിയത്. പിന്നെ ഈ കാണുന്നത് നല്ല സൂപ്പർ ഫിഷ് മോളിയാണ്. നല്ല സൂപ്പർ ഫിഷ് മോളി നമ്മൾ ആവോലി മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇന്നത്തെ മെനു ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ആണ്. ആൻഡ് ഒരു സാധനം കൊണ്ട് വരും. നമ്മൾ ഡൈനിങ് ടേബിൾ ഓൾമോസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ ഡെസേർട്ടാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് കാപ്പാഡിയോ എന്നാണ്. നമ്മുടെ സബർജെല്ലി വെച്ചിട്ടുള്ളൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന കുട്ടി പാർട്ടി ആക്ച്വലി ചോക്ലേറ്റ് ആണ്. ഇവിടുത്തെ ഒരു ക്രാഫ്റ്റഡ് ചോക്ലേറ്റ്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു ചോക്ലേറ്റ് ആണ്.
അങ്ങനെ നമ്മുടെ ഈസ്റ്റർ ബാണി തീമിൽ സെറ്റ് ചെയ്ത ഡിന്നറായിരുന്നു. നമ്മൾ രണ്ടുപേരുമാണ് ഫുഡ് കഴിച്ചത്. ഇതാണ് സ്കോച്ച് എഗ്സിനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള പരുവം. നല്ല സംഭവമാണ്, ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളയപ്പവും ഫിഷ് മോളി അടിപൊളിയായിരുന്നു. ബീഫ് പിന്നത്തേക്ക് സേവ് ചെയ്തു. നമ്മുടെ ഇറ്റാലിയൻ സംഭവം ഇത് ആക്ച്വലി ഡെസേർട്ട് അല്ല, ഇത് ആക്ച്വലി സാലഡ് ആയിരുന്നു. ഡെസേർട്ട് പോലെ കഴിക്കാം. നമ്മൾ ഡെസേർട്ടായിട്ടാണ് കഴിച്ചത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം. ഇത് കഴിക്കുമ്പോൾ ഫീലിങ്ങും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ കിടുവാണ്, ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. കുറേ കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്തു. അതുപോലെ സ്കോച്ച് എഗ്സും നിങ്ങൾ വീട്ടിൽ അടുത്ത പരിപാടിക്കൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. കൂടുതൽ വിശേഷങ്ങൾ കാണാൻ വേണ്ടി ഓസ്ട്രേലിയ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ വിശേഷങ്ങൾ കാണാൻ ഈ ചാനൽ വീണ്ടും കാണണം. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടാറ്റാ, ടേക്ക് കെയർ, ബൈ.